Garden Kitchen like എല്ലാവർക്കും സ്വാഗതം. So ഇന്ന് നമ്മൾ ഒരു Christmas plum cake ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. So ഇതിന്റെ ingredients ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. So ഇവിടെ 250 gram മൈദ എടുത്തിരിക്കുന്നതാണ്. ഇതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. So അതിന്റെ ശേഷം ഇവിടെ ഞാൻ ഒരു ജാതിക്കയും ഒരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും നന്നായി ഗ്രേറ്റ് ചെയ്തത് ഇവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വേറെ ബൗളിൽ 100 ഗ്രാം ബട്ടർ എടുത്തിരിക്കുന്നതാണ്. ഇതിൽ 125 ഗ്രാം ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം 200 grams powdered sugar gradually ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വേറൊരു ബൗളിൽ മുട്ടൻ്റെ വെള്ളയും ചോപ്പും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മുട്ടൻ്റെ ചോപ്പ് എടുത്തിട്ട് കേക്ക് മിക്സിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം 200 ഗ്രാം കാഷ്യൂനട്ടും ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ബാക്കിയുള്ള പൗഡർ ഷുഗറിൽ നന്നായി കോട്ട് ചെയ്തത് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 50 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കും. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ കാരമൽ സിറപ്പ് ആക്കിയെടുക്കണം. ഇത് വെള്ളവും പഞ്ചസാരയും കരിയുന്ന വരെ അതൊന്ന് കാരമൽ ആക്കി എടുക്കണം. സോ അതിന് ശേഷം നമ്മൾ ഫ്ലവർ മിക്സ് ആദ്യം മൈദയിൽ എല്ലാം ചേർത്ത് വെച്ചത് നമ്മൾ വെറ്റ് മിക്സിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാരമൽ സിറപ്പ് കാരമലൈസ്ഡ് ആക്കി എടുത്തത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ 1 ടേബിൾ സ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്ത എഗ് വൈറ്റ് എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം.
സോ ആക്ച്വലി എഗ് വൈറ്റ് നല്ലോണം അടിച്ചാൽ ഇത് നല്ലോണം ഫ്ലഫി ആയിട്ട് വരും. ഞാൻ എഗ് വൈറ്റ് കുറേ നേരം പുറത്ത് വെച്ചുകൊണ്ടാണ് അത് ഈ കൺസിസ്റ്റൻസിയിൽ വന്നത്. പക്ഷേ കുഴപ്പമില്ല, ഇത് കേക്കിൻ്റെ മിക്സ് പോലെ തന്നെ വന്നോളും. സോ ഇവിടെ നമ്മൾ കേക്ക് ട്രേയിൽ നന്നായി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ബട്ടർ പേപ്പർ കേക്ക് പറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കാം. സോ അതിൻ്റെ ശേഷം നമ്മൾ കേക്ക് മിക്സ് കേക്ക് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. സോ അതിൻ്റെ ശേഷം ഇത് 40 മിനിറ്റ്സ് വരെ 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കണം. സോ നമ്മൾ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു. സോ ഇത് വളരെ ടേസ്റ്റി കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. സോ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീൻ്റെ അടുത്ത് എല്ലാവരുടെ ഷെയർ ചെയ്യാം. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം. എല്ലാവരുടെ സബ്സ്ക്രൈബ് പ്രത്യേകിച്ച് ചെയ്യാം. പിന്നെ നമ്മളെ ബെൽ ബട്ടൺ അമർത്തുക. അസ്സലാമു അലൈക്കും.